ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിലെ ഷാനവാസും അതിലയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നത്തിൽ രാവിലെ ഷാനവാസും അനീഷും തമ്മിലൊരു അടി നടന്ന് അത് കഴിഞ്ഞപ്പോൾ അതിൽ വന്ന് ഷാനവാസിനെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്ന ഞങ്ങൾ ഇക്കയുടെ പുറത്തെ സപ്പോർട്ട് അറിഞ്ഞിട്ടല്ല ഇക്കയുടെ കൂടെ നിന്നത്. അതിനു മുമ്പേ ഞങ്ങൾ ഇക്കയായിട്ട് നല്ല കൂട്ടല്ലായിരുന്നു. വേറെ ആരുമായിട്ട് ഞങ്ങളിവിടെ വലിയ കമ്പനിയും ഞങ്ങൾ എടുക്കാനും പോയിട്ടില്ല. എല്ലാവരും ഈ വീട്ടിൽ ഗെയിം കളിക്കാൻ വന്നവർ ആ ഒരു രീതിയിലേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ഇക്കയുടെ സപ്പോർട്ട് കണ്ടിട്ട് വന്നതല്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്ന ഇക്കയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇക്കയ്ക്ക് പുറത്തെ സപ്പോർട്ട് കുറയുന്നുണ്ട്, അത് ഗെയിമിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇക്ക ഒറ്റക്ക് നിന്നോ, ഞങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ എന്ന് പറയുന്നു. അപ്പം ഷാനവാസ് പറയുന്നത്, ഞാൻ ഈ ഗെയിം പഠിച്ചിട്ടൊന്നും വന്നതല്ല, എന്നെ ഇതിൽ വിളിച്ചപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. അപ്പോൾ പലരോട് ചോദിച്ചപ്പം മിക്കവരും പറഞ്ഞത് ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്, പോകരുതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവർ പിന്നീട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തളർത്താൻ നോക്കുന്നതാണെന്ന്. അപ്പം ഞാൻ ഇതിന് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഗെയിം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ സീക്രട്ട് ടാസ്ക് തന്നപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലായിരുന്നു. പിന്നെ അപ്പം നിങ്ങളെ ഞാൻ നല്ല രീതിയിൽ കണ്ട് നിങ്ങൾ എന്നോട് അങ്ങനെ പെരുമാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം എല്ലാവരും നമ്മൾ ഉടക്കാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ അതിലേയും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ആങ്ങള പെങ്ങളുകുട്ടി ബന്ധം വീണ്ടും ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നൂറ പറയുന്നുണ്ട് സാബുമോനോട്, നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ അത് ടാസ്കിൻ്റേതായ രീതിയിൽ എടുക്കണ്ടേ. അപ്പോൾ സാബുമോൻ ചോദിക്കുന്നത്, നിങ്ങൾ നോമിനേറ്റ് ചെയ്താ ഷാനവാസിനെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെ ഞങ്ങളോട് പിണങ്ങിയതെന്നാണ് നൂറ പറഞ്ഞത്. പക്ഷേ ഇന്നലെ ആദ്യം നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ്. എന്നിട്ടിപ്പോൾ സോപ്പിടാൻ ചെന്നിരിക്കുക. ഷാനവാസ് വീണ്ടും കൂട്ടായി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.